Praise the Lord. Praise the Lord. Hallelujah. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, നൈറ്റ് വിജിൽ എന്ന ശുശ്രൂഷയുടെ അനുഗ്രഹം പറഞ്ഞറിയിക്കാനാത്ത ഫലങ്ങൾ ഉളവാക്കുന്ന ഒന്നാണ്. കഴിഞ്ഞ നൈറ്റ് വിജിലിൽ ഒരു അനുഭവ സാക്ഷ്യം സംഭവിച്ചത് ഞാൻ നിങ്ങളുമായിട്ടിപ്പോൾ ഇവിടെ പങ്കുവയ്ക്കുകയാണ്. നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. സ്നേഹമുള്ള ഷാലോം പ്രയർ ഗ്രൂപ്പിന് എൻ്റെ പേര് ഏലിയാമ്മ തോമസ്. ഷാലോം നൈറ്റ് വിജിൽ പ്രാർത്ഥനയിൽ TV-യിലൂടെ സംബന്ധിച്ച് അനുഗ്രഹം കിട്ടിയത് ദൈവമഹത്വത്തിനായി പ്രസിദ്ധിപ്പെടുത്തുവാനാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. എൻ്റെ മകനും ഭാര്യയും തമ്മിൽ വഴക്കുണ്ടാകുകയും രണ്ടുപേരും പൊരുത്തപ്പെടാൻ കഴിയാതെ മകൻ്റെ ഭാര്യ കുഞ്ഞുമായി അവളുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. എത്ര ശ്രമിച്ചിട്ടും അവരെ രമ്യതയിൽ എത്തിക്കുവാൻ കഴിഞ്ഞില്ല. പലരുടെയും പ്രാർത്ഥനാ സഹായവും ഉപദേശവും തേടുകയും ചെയ്തു. എന്നിട്ടും അതിന് ഫലമുണ്ടായില്ല. ഒടുവിൽ തിരുക്കുടുംബത്തിൻ്റെ മധ്യസ്ഥതയോട് തേടുകയും ഷാലോമിലേക്ക് പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുകയും ആദ്യ വെള്ളിയാഴ്ചയിലെ നൈറ്റ് വിജിലിൽ വീട്ടിലിരുന്ന് ഞാൻ സംബന്ധിക്കുകയും ഈ ആവശ്യം എഴുതി TV-യുടെ അടിയിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഒടുവിൽ 2.5 വർഷങ്ങൾക്ക് ശേഷം മകളും കുഞ്ഞും തിരികെ വരികയും അവർ ഒരുമിച്ച് ജീവിക്കാനും തുടങ്ങി. ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അനുഗ്രഹത്തിന് 1000 നന്ദി. പ്രാർത്ഥിച്ച ഷാലോം ടീമംഗങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ദൈവം ഇങ്ങനെ ഒരുപാട് മനുഷ്യന് അസാധ്യമായ പല കാര്യങ്ങളും ഈ ശുശ്രൂഷയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തുടർന്നുള്ള നിമിഷങ്ങളിൽ ഈ നല്ലവനായ ദൈവത്തെ സ്തുതിച്ചാരാധിക്കാനായിട്ട് പോവുകയാണ്. പ്രഭാഷകൻ 51:22 ഇങ്ങനെ പറയുന്നു, കർത്താവ് എനിക്കൊരു നാവ് നൽകി, ഞാൻ അത് ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വരുന്ന നിമിഷങ്ങളിൽ നമ്മൾ സ്തുതി ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതിന് നേതൃത്വം നൽകുന്നത് ശാലോ ശുശ്രൂഷകരായ ഡൊമിനിക് സാവിയോയും ജിനോബി ജോസും കൂടിയാണ്. നമുക്ക് അവരിലൂടെ വരുന്ന നിമിഷങ്ങളിൽ ദൈവത്തെ സ്തുതിച്ചാരാധിക്കാനായിട്ട് പരിശ്രമിക്കാം. ദൈവം സമൃദ്ധമായിട്ട് നമ്മളെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 Praise the Lord. Praise the Lord. Hallelujah. 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 ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ നൈറ്റ് വിജിലേക്ക് നിങ്ങളെല്ലാവരെയും ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഈശോയുടെ വാഗ്ദാനത്തെ നമുക്ക് ഓർക്കാം. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ ഒന്നിച്ചു കൂടിയാലും അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഈ വാഗ്ദാനത്തിൽ വിശ്വസിക്കാം. നമ്മുടെ അടുത്ത്, നമ്മുടെ ഭവനങ്ങളിൽ ദൈവം ഇതാ കടന്നു വന്നിരിക്കുകയാണ്. യേശു നമ്മുടെ അടുത്തുണ്ട്. ഈ വാഗ്ദാനത്തെ അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ സ്തുതി ആരാധനയിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം സഹായം നമുക്ക് അപേക്ഷിക്കാം. അമ്മ കാനായിൽ തൻ്റെ വത്സല ശിഷ്യരെ കൂട്ടിച്ചേർത്ത് പ്രാർത്ഥിച്ചതുപോലെ ഈ ആരാധനയിൽ സജീവമായി പങ്കെടുക്കുവാൻ കൃപ നൽകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ഏറ്റവും എളിമയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങളൊന്ന് ഉയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വരമൊക്കെ ഒന്ന് ഉയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. ഭവനങ്ങളിൽ ആയിരിക്കുന്നവര് പരസ്പരം ഒന്ന് ശക്തിപ്പെടുത്തിക്കൊണ്ട് ഹല്ലേലൂയ. 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 സുഭാഷിതങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം 21-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുകയാണ്, ഞാൻ എന്നെ സ്നേഹിക്കുന്നവനെ സമ്പന്നനാക്കി അവന്റെ ഭണ്ഡാരം നിറയ്ക്കുന്നു. ഞാൻ എന്നെ സ്നേഹിക്കുന്നവനെ സമ്പന്നനാക്കി അവന്റെ ഭണ്ഡാരം നിറയ്ക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ സമ്പന്നനാക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം.
ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ രാത്രിയിൽ പല രീതിയിലുള്ള പ്രയാസങ്ങളിലൂടെയും തകർച്ചകളുടെയും നമ്മൾ കടന്നു പോകുന്നവരായിരിക്കാം. എന്നാൽ വിശുദ്ധ ബൈബിൾ ഇപ്രകാരം പറയുകയാണ്, വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുകയാണ്, മനുഷ്യന്റെ തകർച്ചകളെ നന്മയാക്കി മാറ്റുവാൻ യേശുവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഒരു കൊച്ചനുഭവം ഞാൻ പറയുകയാണ്. 10ാം ക്ലാസ്സിൽ വളരെ പ്രതീക്ഷയോടെയാണ് ഞാൻ പഠിച്ചത്. എൻ്റെ ക്ലാസ്സിലെ ഏറ്റവും ഉന്നത നിലവാരം ഉള്ള ഒരു വിദ്യാർത്ഥിയായിട്ടാണ് ഞാൻ 10ാം ക്ലാസ്സിലേക്ക് കടന്നു വന്നത്. എല്ലാവരും, അധ്യാപകരും കൂട്ടുകാരും വീട്ടുകാരും എല്ലാം വിചാരിച്ചു 10ാം ക്ലാസ്സിൽ എനിക്ക് നല്ല മാർക്ക് ലഭിക്കുമെന്ന്. വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു അനുഭവമാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, സംഭവിച്ചത് അവരെല്ലാവരെയും അതിശയപ്പെടുത്തിക്കൊണ്ട് എനിക്ക് വളരെ ഏറ്റവും കുറഞ്ഞ ഒരു മാർക്ക് എനിക്ക് ലഭിച്ചു. എനിക്ക് ഏറെ സങ്കടപ്പെട്ടു. എന്നെക്കാളും പഠനത്തിൽ കുറവുള്ളവർ പോലും എന്നേക്കാൾ ഉന്നതമായ മാർക്ക് വാങ്ങിയപ്പോൾ ഞാൻ പരാജയപ്പെട്ടു പോയല്ലോ ദൈവമേ. കടുത്ത നിരാശയായിരുന്നു. എന്നാൽ ഒരു കാര്യം പ്രിയപ്പെട്ടവരെ, ആ നിരാശയാണ് സത്യത്തിൽ എൻ്റെ ദൈവമായ കർത്താവിനെ കണ്ടെത്തുവാൻ കൃപ നൽകിയത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഏറെ പരാജയപ്പെട്ടവനായി വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മാറിയ ഞാൻ എൻ്റെ യേശുവിൻ്റെ സ്പർശനത്താൽ, എൻ്റെ യേശു എന്നെ സ്പർശിച്ചതിനാൽ, യേശുവിൻ്റെ സ്നേഹം എനിക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചതിനാൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സന്തോഷവാനായി ഈ ശുശ്രൂഷയിൽ പങ്കുചേരുകയാണ്. സ്നേഹമുള്ളവർ, അതുകൊണ്ട് ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലാണെങ്കിലും ഈ കൊറോണയുടെ നാളുകളിൽ ഏറെ തകർക്കപ്പെട്ട അവസ്ഥയിലായിരിക്കാം നമ്മളായിരിക്കുക. ഏറെ പരാജയങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ. എന്നാൽ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന്റെ വചനം സങ്കീർത്തനം 40:17 വചനം ഇപ്രകാരം പറയുകയാണ്, ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്, എങ്കിലും കർത്താവിന് എന്നെക്കുറിച്ച് കരുതലുണ്ട്. ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്, എങ്കിലും കർത്താവിന് എന്നെക്കുറിച്ച് കരുതലുണ്ട്. പ്രിയമുള്ളവരെ, നമ്മെ കരുതുന്ന, നമ്മുടെ തകർച്ചകളിൽ നമ്മെ തള്ളിക്കളയാതെ ചേർത്ത് പിടിക്കുന്ന, അപ്പനും അമ്മയും തള്ളിയാലും തള്ളിക്കളയാ ചേർത്ത് പിടിക്കുന്ന ആ ദൈവത്തെ ആരാധിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങൾ നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നമ്മുടെ പ്രിയ ഗായകരോടൊപ്പം നമുക്ക് ഈശോ ആരാധിക്കാം, നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നിശ്ചയമായും ദൈവം തന്നെ കൃപ നൽകും. ഹല്ലേലൂയ. 2 കരങ്ങളും ഈശോയുടെ പക്കലേക്ക് ഉയർത്തിക്കൊണ്ട് 2 കരങ്ങളും ദയവായി ഉയർത്തിപ്പിടിക്കാമോ? നമ്മുടെ സങ്കടങ്ങളും ഭാരങ്ങളും ഉയർത്താമോ? യേശുവിന്റെ സ്നേഹത്തിൽ നിറയാം. യേശുവിന്റെ സ്നേഹം, യേശുവിന്റെ സ്നേഹം. അപ്പ ഈ രാത്രി ഞങ്ങൾ നിന്നെ ആരാധിക്കുക, നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുക. കൃപ കർത്താവേ, കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താങ്ങുന്ന ദൈവം കൂടെയുള്ളപ്പോ തളരുന്നതെന്തേ കുഞ്ഞേ, തളരുന്നതെന്തേ കുഞ്ഞേ. താങ്ങുന്ന ദൈവം കൂടെയുള്ളപ്പോൾ തളരുന്നതെന്തേ കുഞ്ഞേ, തളരുന്നതെന്തേ കുഞ്ഞേ. തകർച്ചകളെല്ലാം നന്മയായി മാറ്റും, തുണയായി നിൽക്കും, അനുഗ്രഹമേകും എമ്മാനുവേ, എമ്മാനുവേ. താങ്ങുന്ന ദൈവം യേശുവേ, കൂടെയുള്ളപ്പോൾ ചേർന്ന് നിൽക്കാം. തളരുന്നതെന്തേ കുഞ്ഞേ, തളരുന്നതെന്തേ കുഞ്ഞേ. ഒരിക്കൽ കൂടി പാടാമോ? തകർച്ചകളെല്ലാം നന്മയായി മാറ്റും, തുണയായി നിൽക്കും, അനുഗ്രഹമേകും എമ്മാനുവേ, എമ്മാനുവേ. താങ്ങുന്ന ദൈവം യേശുവേ, കൂടെയുള്ളപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നു. തളരുന്നതെന്തേ
കുഞ്ഞേ തളരുന്നതെന്തേ കുഞ്ഞേ ചരമോ നാവിനെ വിട്ടുകൊടുത്ത് തകർച്ചകളെല്ലാം തകർച്ചകളെല്ലാം നന്മയായി മാറ്റും തുണയായി നിൽക്കും അനുഗ്രഹമേകും ആരാധിക്കാമോ? താങ്ങുന്ന ദൈവം ആ ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവത്തെ ഒന്ന് ആരാധിക്കാമോ? കരങ്ങളും ഉയർത്താമോ? തളരുന്നതെന്തേ ഇരു കരങ്ങളും ഉയർത്താമോ? തകർച്ചകളെല്ലാം നന്മയായി മാറ്റും തുണയായി നിൽക്കും അനുഗ്രഹമേകും തകർച്ചകളെല്ലാം നന്മയായി മാറ്റും തുണയായി നിൽക്കും അനുഗ്രഹമേകും ആരാധിക്കാമോ? കരമൊന്ന് ഉയർത്തി ആരാധിക്കാമോ? ഇമ്മാനുവലായി നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവത്തെ ഒന്ന് ആരാധിക്കാമോ? പ്രിയരെ, ഈ രാത്രിയിൽ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന അനുഭവങ്ങളുണ്ടാവാം. നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ചോർത്ത്, ഭാവിയെക്കുറിച്ചോർത്ത് ഒത്തിരിയേറെ ഉത്കണ്ഠപ്പെടുന്ന വ്യക്തികളായിരിക്കാം നമ്മൾ. പ്രിയരെ, ഈ രാത്രിയിൽ നീ എല്ലാം മറന്ന് നിൻ്റെ ദൈവത്തെ ഒന്ന് ആരാധിക്കാമോ? എല്ലാം മറന്ന് നിൻ്റെ ദൈവത്തെ ഒന്ന് ആരാധിക്കാമോ? കാരണം നമ്മുടെ ദൈവം സ്തുതികളിൽ വസിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം സ്തുതികളിൽ വസിക്കുന്ന ദൈവമാണ്. സ്വർഗത്തിലെ കൊടാനുകോടി മാലാഖ വൃന്ദങ്ങളോട് ചേർന്ന് അനവരതം ദൈവത്തെ പാടി സ്തുതിക്കുന്നവരുടെ ജീവിതങ്ങളിൽ നിശ്ചയമായും കർത്താവ് ഇടപെടുക തന്നെ ചെയ്യും. നമ്മുടെ വേദനകളിലേക്കും പ്രതിസന്ധികളിലേക്കും ദൈവാരാധനയുടെ നിമിഷങ്ങളിലാണ് അഭിഷേകം കടന്നു വരിക. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നീങ്ങിപ്പോകുന്നത്, നമ്മുടെ രോഗങ്ങൾ മാറിപ്പോകുന്നത്, നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കുന്നത്, അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്ന നിമിഷങ്ങളിലാണ്. പ്രിയ ദൈവജനമേ, ഈ നിമിഷം ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിനെ ഇരു കരങ്ങളും ഉയർത്തി ഉച്ചസ്വരത്തിൽ ഒന്ന് ആരാധിക്കാമോ? ജെറമിയായുടെ പ്രവചനം 31-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ ഇപ്രകാരം വായിക്കുന്നു: കന്യകയായ ഇസ്രായേലേ, നിന്നെ ഞാൻ വീണ്ടും പണിതുയർത്തും. നീ വീണ്ടും തപ്പുകൾ എടുത്ത് നർത്തകരുടെ നിരയിലേക്ക് നീങ്ങും. അതേ പ്രിയ ദൈവജനമേ, വീണ്ടും നമ്മെ പണിതുയർത്തുന്ന, നിന്റെ പ്രതിസന്ധികളിലും നിന്റെ വേദനകളിലും രോഗങ്ങളിലും നമ്മെ പണിതുയർത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തെ കണ്ടുകൊണ്ട് ഈ രാത്രിയിൽ എല്ലാം മറന്ന് നല്ല ദൈവത്തെ ഒന്ന് പാടി ആരാധിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഇരു കരങ്ങളും ഉയർത്തി അവനെ ഒന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ എന്ന് വിളിക്കാമോ? സംഭവിക്കട്ടെ. ദൈവിക സാന്നിധ്യങ്ങളുടെ കുടുംബങ്ങൾ നിറയട്ടെ. രോഗങ്ങൾ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടയാളങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരുകൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹ തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസ മേഖല അനുഗ്രഹം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. താളത്തിൽ കരങ്ങളടിച്ച് സന്തോഷത്തോടെ എല്ലാം മറന്ന് ദൈവത്തെ നമുക്കൊന്ന് പാടി ആരാധിക്കാം. നമ്മുടെ ദൈവം
ശക്തനായ ദൈവമാണ്, സ്തുതികളിൽ വസിക്കുന്ന ദൈവമാണ്. പരമപരിശുദ്ധനായ ദൈവത്തെ കാലുകളൊക്കെ ഒന്ന് മാറ്റി ചവിട്ടി താളത്തിൽ കരങ്ങൾ അടിച്ച് പരസ്പരം ഒന്ന് ബലപ്പെടുത്തി ഈ രാത്രിയിൽ നല്ല ദൈവത്തെ നമുക്ക് പാടി ആരാധിക്കാം. സ്തുതിച്ചു പാട് നീ ദൈവനാമത്തിൽ, നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. സ്തുതിച്ചു പാട് നീ ദൈവനാമത്തിൽ, നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. ആഹാ എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. ആമേൻ. ആഹാ എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. സ്തുതിച്ചു പാട് നീ ദൈവനാമത്തിൽ, നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. സ്തുതിച്ചു പാട് നീ ദൈവനാമത്തിൽ, നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. ആഹാ എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. നമ്മുടെ ജീവിതങ്ങളെ ഈശോയ്ക്കായി സമർപ്പിക്കാം. ഈ രാത്രിയിൽ ആമേൻ. അത്ഭുത അഭിഷേകം കൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ നിറയപ്പെടട്ടെ. തളർന്നിരിക്കുന്ന മനസ്സുമായിട്ടാണോ നീ ഇപ്പോൾ പ്രാർത്ഥിക്കാനായി കടന്നു വന്നിരിക്കുന്നത്? ആരാധിക്കാം. ഏറെ പ്രതിസന്ധികൾക്ക് നടുവിലാണോ നീ ഇപ്പോൾ ആരാധിക്കുവാനായി കടന്നു വന്നിരിക്കുന്നത്? പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ ഈ രാത്രിയിൽ ഈശോയുടെ കരങ്ങളിലേക്ക് ചേർത്ത് വെക്കുക. ആനന്ദം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ അവൻ നിറയ്ക്കും. സന്തോഷം കൊണ്ട് അവൻ നമ്മുടെ കുടുംബങ്ങളെ നിറയ്ക്കും. ആനന്ദം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കും. വിശ്വാസത്തോടെ വീണ്ടും കരങ്ങളടിച്ച് നമുക്ക് പാടി ആരാധിക്കാം. കരമടിച്ചു പാട് നീ ദൈവനാമത്തിൽ, നിന്റെ കുടുംബത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. കരമടിച്ചു പാട് നീ ദൈവനാമത്തിൽ, നിന്റെ കുടുംബത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. ആഹാ എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. പ്രിയ ദൈവജനമേ, ഈ രാത്രിയിൽ നമ്മുടെ എല്ലാ രോഗപീഠകളെയും ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഇറക്കി വെക്കുക. ഹല്ലേലൂയ. ഒരുപക്ഷെ കോവിഡ് മഹാരോഗത്തിന്റെ പിടിയിലമർന്ന വ്യക്തിയായിരിക്കാം നീ. കുടുംബത്തിൽ പല വ്യക്തികളും ഈ രോഗത്തിലൂടെ കടന്നു പോകുന്നുണ്ടാവാം. അനേക നാളുകളായി ഒരുപക്ഷെ വേദനയിലൂടെയും പ്രതിസന്ധിയിലൂടെയും കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം നീ. എന്തുകൊണ്ട് എന്റെ ദൈവം എന്നെ ഉപേക്ഷിച്ചു എന്ന് പോലും നീ രാത്രിയിൽ ചിന്തിക്കുന്നുണ്ടാവാം. പ്രിയ ദൈവ പൈതലേ, നീ ധൈര്യമായിരിക്കുക, ധൈര്യമായിരിക്കുക. നിന്നെ സുഖപ്പെടുത്തുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. നിന്റെ ദൈവമാണ് നിന്നെ സുഖപ്പെടുത്തുന്നത്. ആ വിശ്വാസത്തോടെ പൂർണ്ണ ഹൃദയത്തോടെ വീണ്ടും കരങ്ങൾ അടിച്ച് അവിടുത്തെ ആരാധിക്കാം. സ്തുതിച്ചു പാട് നീ വിശ്വാസത്തോടെ, നിന്റെ രോഗപീഠകൾ ദൈവം സൗഖ്യപ്പെടുത്തും. സ്തുതിച്ചു പാട് നീ വിശ്വാസത്തോടെ, നിന്റെ രോഗപീഠകൾ ദൈവം സൗഖ്യപ്പെടുത്തും. ആഹാ എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാൽ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാൽ എന്നും നിറഞ്ഞിടട്ടെ. ആനന്ദത്തോടെ സന്തോഷത്തോടെ നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. Glory. യേശു നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. യേശുവേ. അവനെ നമുക്ക് ആരാധിക്കാൻ കണ്ടുകൊണ്ട് ആമേൻ. സന്തോഷത്തോടെ കരങ്ങളടിക്കാം. ദൈവസന്നിധേ നീ നിലവിളിക്ക്, നിന്നെ കരുണയോടെ അവൻ വാരിപ്പുണരും. ദൈവസന്നിധി നീ നിലവിളിക്ക്, നിന്നെ കരുണയോടെ അവൻ വാരിപ്പുണരും. കരങ്ങളെ ഉയർത്തി. ആഹാ എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ യേശുവേ, നിന്നെ സ്തുതിച്ചു പാടി
ഈശോയെ എന്റെ ദൈവമേ നിന്നെ കൃപകൾ വർഷിക്കണമേ. ആത്മീയ ആനന്ദം കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധാത്മ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. രോഗപീഠകൾ സൗഖ്യം പ്രാപിക്കട്ടെ. തളർന്ന വ്യക്തികൾ എഴുന്നേൽക്കട്ടെ. യേശു നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പകർച്ചയുടെ വക്കിലൂടെ പോകുന്ന എല്ലാ കുടുംബങ്ങളും ഇപ്പോൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. കുഞ്ഞുങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. മാതാപിതാക്കൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വാസത്തോടെ ആരാധിക്കാമോ? വിശ്വാസത്തോടെ ആരാധിക്കാമോ? യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, 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 ഈശോയേ. ആരാധനയുടെ അഭിഷേകം, സ്തുതിയുടെ അഭിഷേകം, ദൈവിക സാന്നിധ്യം കുടുംബങ്ങളിൽ നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അന്ധകാരങ്ങൾ മാറട്ടെ, സമാധാനം നിറയട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, പരിശുദ്ധാത്മ കുടികൊണ്ട് ചലിക്കട്ടെ, ഭാരങ്ങൾ മാറിപ്പോകട്ടെ. ഓ തകർച്ചകളെ ഓർത്ത് സ്തുതിക്കാനുള്ള കൃപ നിറയട്ടെ. ഹല്ലേലൂയ, 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 നിലവിളിക്ക് നിന്നെ കരുണയോടെ അവൻ വാരിപ്പുണരും. ദൈവസന്നിധേ നീ നിലവിളിക്ക് നിന്നെ കരുണയോടെ ഈശോ വാരിപ്പുണരും. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാൽ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാൽ എന്നും നിറഞ്ഞിടട്ടെ. പ്രിയരെ, ശാന്തമായി നമുക്കിരുന്നു കൊണ്ട് നമ്മുടെ തകർച്ചകളെല്ലാം നന്മയാക്കി മാറ്റാൻ കഴിവുള്ളവൻ്റെ സന്നിധിയിലേക്ക് ഹൃദയം ഒന്ന് ചേർത്ത് വെക്കാമോ? അതെ, സത്യമായും യഹൂദന്മാർ ചിന്തിച്ചു, കല്ലറകളിൽ യേശുവിനെ അടക്കി കഴിഞ്ഞപ്പോൾ തീർന്നു എന്ന് ചിന്തിച്ചു. എന്നാൽ നമ്മുടെ കർത്താവ് 3-ാം ദിവസം ഉത്ഥാനം ചെയ്തവനല്ലേ? അതെ, നമുക്ക് മുമ്പിൽ ഇതാ മരത്തിൽ അല്ലെങ്കിൽ കുരിശിൽ തൂങ്ങിക്കെട്ട് കിടക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ മുഖം നമുക്ക് ഓർക്കാം. അവൻ കല്ലറകളെ ഭേദിച്ച് ഉത്ഥാനം ചെയ്തവനാണ്. മഹത്വവാനായ ദൈവം, അതേ, രാജാക്കന്മാരുടെ രാജാവായ ദൈവം, സകല പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ, ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ കണ്ടുകൊണ്ടിരിക്കുന്നവൻ. ആ ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധന അർപ്പിക്കാം. മാലാഖമാരോട് ചേർന്ന് നമ്മുടെ തകർച്ചകളെ ചേർത്ത് വെക്കാം. അവൻ ആരാധനയ്ക്ക് യോഗ്യനായ ഒരുവൻ മാത്രമേ ഉള്ളൂ. പ്രിയരെ, അതെ, നമ്മുടെ ജീവിതത്തെ തകർച്ചകളെ നന്മയാക്കി മാറ്റുവാൻ കഴിവുള്ള ഏക ദൈവം അതെ നമ്മുടെ കർത്താവായ യേശു മാത്രമാണ്. അവനെ ആരാധിക്കാൻ നമ്മൾ ലജ്ജിക്കരുത്. അവനെ ആരാധിക്കുന്നവരുടെ മേൽ സ്വർഗം തുറക്കപ്പെടും. അവനെ ആരാധിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ പ്രീതി ഉണ്ടാവും. ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നവന്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കും. ഓ സ്തോത്രം കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അല്പസമയം കൂടി നമ്മൾ ഗാനത്തോട് ചേർന്ന് നമുക്ക് ആ ദൈവത്തെ ആരാധിക്കാം. മാലാഖമാരോട് ചേർന്ന് ഹല്ലേലൂയ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ പ്രശ്നങ്ങൾ വിട്, ദൈവം നമ്മുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കട്ടെ. അതെ, മനുഷ്യൻ തീരുന്നിടത്ത്, മനുഷ്യൻ നിർത്തുന്നിടത്ത് ദൈവം തുടങ്ങുന്നവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമർപ്പിച്ചാൽ മാത്രം മതി. ഹൃദയം ഒന്ന് ചേർത്ത് വെക്കാം. സ്വസ്ഥാനങ്ങളിൽ ഇരുന്ന് സമാധാന പൂർണ്ണനായ ദൈവത്തെ കണ്ടുകൊണ്ട് നമ്മുടെ ഇടയിൽ ചിരിക്കുന്ന പരിശുദ്ധാത്മാവോട് ചേർന്ന് നമുക്ക് ആരാധിക്കാം. ആരാധനയിൽ നായകനെ അങ്ങേ ഞാൻ ആരാധിക്കും. ഓ സ്തോത്രം. ആരാധനയിൽ നായകനെ അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനെ അങ്ങേ ഞാൻ ആരാധിക്കും. ചേർന്ന് പാടാമോ? അഭിഷേകത്തെ തരുന്നവനെ, അഭിഷേകത്തെ തരുന്നവനെ ഈശോയെ ആരാധിക്കാം. പ്രിയരെ, പാടാം. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, പാടാമോ? ഹല്ലേലൂയ,
സ്തുതിക്കുന്നു ദൈവമേ. ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധന, നമ്മുടെ കുടുംബങ്ങൾ ദൈവ സാന്നിധ്യം പറയുന്ന സമയം, ആരാധനയുടെ മഹത്വത്തിന്റെ രാജാവാകുന്ന സമയം, യേശുവേ ഓ തകർച്ചകളെ നന്മയാക്കി മാറ്റുന്ന ദൈവം, കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവം, അപ്പനും അമ്മയും തള്ളാത്ത ദൈവം. അതേ കർത്താവ്, നമ്മെ കുറിച്ച് കരുതലുണ്ട്. ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനാണെങ്കിലും എന്നെ കുറിച്ച് കരുതലുള്ള ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിൽ പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാഷാപരത്തെ സ്തുതിക്കാം, ഭാഷാപരത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ ഭാഷയിൽ അല്പസമയം സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. മണി കൂടാതെ ലജ്ജ കൂടാതെ ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആശ്വാസം നീയേ, ആശ്രയം നീ, ഒന്ന് പറയാമോ? അങ്ങേ ഞാൻ ആരാധിക്കും. ഏക ആശ്രയം അഭയമായ കർത്താവിനെ ആരാധിക്കാം. ഇമ്പവും നീയേ, ഇണയില്ല നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കും. മനസ്സ് തുറന്ന് ആരാധിക്കാം. ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പവും നീയേ, ഇണയില്ലാ നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ കരങ്ങൾ ഉയർത്തി ആരാധിക്കും. ഹല്ലേലൂയ പാടാമോ? യേശുവേ, കണ്ണുകളടച്ച് അങ്ങേ ഞാൻ ആരാധിക്കും. യേശുവിനെ കണ്ട് ആരാധിക്കാം. ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ, 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 ആമേൻ. ആരാധിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ, ചേർന്ന് പാടാമോ? ഹല്ലേലൂയ, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. പാടാമോ? പാടാമോ? ആരാധിക്കാമോ? ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. ആരാധന ദൈവമേ. വാഴ്ത്തുന്ന കർത്താവേ, നന്ദി പറയുന്ന ദൈവമേ, ആരാധിക്കുന്ന ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ, കൃപ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിയുടെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വ്യക്തി ജീവിതത്തെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 പ്രിയ ദൈവജനമേ, ഒരു ക്രൈസ്തവനെ ദൈവം വിളിച്ചിരിക്കുന്നത് അവൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഈശോയോട് ചേർന്ന് നിന്ന് ജീവിക്കുവാൻ വേണ്ടിയുള്ളതാണ്. ആത്മാവിൻ്റെ രക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ഈ ലോക ജീവിതത്തിൽ ഈ ലോക മോഹങ്ങളിലൊക്കെ പെട്ട് ജീവിക്കുന്ന വ്യക്തിയായിരിക്കാം ഒരുപക്ഷെ നമ്മളൊക്കെ. എന്നാൽ തിരിച്ചറിയുക, നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയാണ് ഏറ്റവും പ്രധാനം. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. അതിനാൽ ഒരു തീരുമാനമെടുക്കുക, സ്വർഗത്തെ നോക്കി ജീവിക്കുവാനുള്ള തീരുമാനമെടുക്കുക. ഈ ലോക ജീവിതങ്ങൾ ഒന്നും കണ്ട് നീ മോഹിക്കരുത്. അവയെല്ലാം വ്യർത്ഥമാണ്, അവയെല്ലാം വ്യർത്ഥമാണ്. എന്റെ യേശുവാണ് എനിക്ക് ഏറ്റവും വലുത്. സ്വർഗത്തെ നോക്കി ജീവിക്കുവാനുള്ള ആ കൃപയ്ക്ക് വേണ്ടി രാത്രിയിൽ പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, സ്തെഫാനോസിനെ ഓർക്കുക. അനേകായിരം കല്ലുകൾ അദ്ദേഹത്തിന്റെ മേൽ വന്ന് വീണപ്പോൾ അദ്ദേഹം വേദന കൊണ്ട് പൊളഞ്ഞില്ല.
അദ്ദേഹം കണ്ണുകൾ ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കി. അദ്ദേഹം അത്ഭുതകരമായ ഒരു കാഴ്ച കാണുകയാണ്. സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്തതാ യേശു ക്രിസ്തു ഉപവിഷ്ടനായിരിക്കുന്നു. അവനെ കണ്ട മാത്രയിൽ സ്തേഫാനോസിന്റെ മുഖം തിളങ്ങി. അവൻ ആനന്ദത്താൽ നിറഞ്ഞു. അവന്റെ മേൽ പതിച്ച കല്ലുകൾ അവൻ അറിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ ആ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതെ പ്രിയപ്പെട്ടവരെ, അവന്റെ സന്നിധിയിലേക്ക് ജീവിതത്തെ ചേർത്ത് വെച്ച് സ്വർഗം നോക്കി ജീവിക്കുവാൻ അതിനുള്ള അഭിഷേകം തരണമേ എന്ന് പ്രാർത്ഥിച്ച് ഈ ഗാനത്തിന്റെ വരികളോട് നമുക്ക് ചേരാം. കാര്യങ്ങളൊന്ന് മാറോട് ചേർത്ത് പിടിക്കാം. എനിക്ക് വേറെ ആശ അതെ, എന്നുമെൻ പ്രിയനേ. പൊന്നുമുഖം നിന്നു കണ്ടു കൊള്ളും ദാസൻ. പൊന്നുമുഖം ഇന്നും കണ്ടുകൊള്ളും ദാസൻ. ജീവിതം സമർപ്പിച്ച് എനിക്കു വേറില്ല ആശ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, എന്നുമെൻ പ്രിയനേ. പ്രിയന്റെ മുഖം കാണണം, എനിക്ക് വേറില്ല ആശ അവന്റെ സന്നിധിയിൽ എത്തിച്ചേരണം. എന്നുമെൻ പ്രിയനേ. പൊന്നുമുഖം എന്നു കണ്ടു കൊള്ളും ദാസൻ. ഇടമുഖം കണ്ടാ മതി. പൊന്നുമുഖം അങ്ങാണ് എൻ്റെ അപ്പനും അമ്മയും. ദൈവമേ, കണ്ടുകൊള്ളും അങ്ങാണ് എൻ്റെ അപ്പനും അമ്മയും. ദാസൻ. ഈ പാപലോകത്തിൽ നീ എനിക്കാശ്രയം. അങ്ങ് മാത്രമാണ് എൻ്റെ ആശ്രയം. പാപലോകത്തിൽ അങ്ങ് മാത്രമേ എനിക്കുള്ളൂ. നീ എൻ്റെ അപ്പനും അമ്മയുമാണ്. ഒന്ന് പാടാമോ? ഇപ്പോൾ ഇതാ ദൈവമേ, നിന്റെ സന്നിധിയിൽ ചേർന്ന് നിൽക്കുന്നു. അപ്പനും യേശു നിന്റെ അരികിലുണ്ട്. നിന്റെ അരികിലുള്ള യേശുവിനെ കാണുക. വേറെ ആരും എനിക്കില്ല. ഒരുപക്ഷെ ഒറ്റപ്പെട്ട വ്യക്തിയായിരിക്കും, തകർച്ചകളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കും. എനിക്ക് ആരുമില്ല എന്ന് നീ ചിന്തിക്കുന്നുണ്ടാവാം. നിന്റെ സന്നിധി ഇതാ ഈ രാത്രിയിൽ നിന്റെ സ്വർഗത്തിലെ അപ്പൻ ഇതാ വന്നു നിൽക്കുന്നു. അവനെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുക. നീ എനിക്കാശ്രയം. ദൈവ തേജസ്. ദൈവമേ, നീ എൻ്റെ രണ്ട് കരവും ഒന്ന് ഉയർത്തി പിടിച്ച് ആ ദൈവ തേജസ്സിനെ ഒന്ന് ആരാധിക്കാമോ? യേശുവേ, ദൈവത്തിന്റെ മഹത്വം കണ്ടെന്ന് ആരാധിക്കാമോ? യേശുവേ, സ്തെഫാനോസ് ആരാധിച്ചതുപോലെ ഒന്ന് ആരാധിക്കാമോ? ദൈവമേ, പരാജയങ്ങളെ തളർന്നിരിക്കാതെ മഹത്വം കർത്താവേ. ദൈവത്തിലേക്ക് ഹൃദയം ഉയർത്താമോ? മഹത്വം, മഹത്വം. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം ഇറങ്ങട്ടെ, ദൈവ സാന്നിധ്യം നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ഈശോയെ, 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 ഈശോയെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. എന്റെ യേശു മതി. എനിക്ക് യേശു മതിയായ, എനിക്ക് എന്റെ യേശു മതിയായ. താങ്ക് യു ലോ. നന്ദി കർത്താവ്. എന്റെ തകർച്ചകളെ നന്മയാക്കി മാറ്റുന്ന എന്റെ ദൈവമേ, ഓ അവിടുന്നാണ് എൻ്റെ അപ്പനും അമ്മയും എന്ന് ഞാൻ ഏറ്റു പറയുന്നു. അങ്ങാണ് എൻ്റെ ആശ്രയം, അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. നമുക്ക് ഏറ്റു പറയാം, യേശുവേ ഞാൻ തളർന്നു പോകില്ല, ഞാൻ ബലപ്പെടും. ആത്മാവ് എന്നെ ബലപ്പെടുത്തട്ടെ, പരിശുദ്ധാത്മാവ് ചലിക്കട്ടെ, പരിശുദ്ധാത്മാവ് ബലം നൽകട്ടെ. ധീരത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണ് നമ്മൾ കൈക്കൊണ്ടിരിക്കുന്നത്. അഭിഷേകം പ്രാപിക്കുക. ഹല്ലേലൂയ. ആരാധിക്കുന്ന ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിക്കും, നിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നപ്പോ നീ ഞങ്ങൾ തുടരണം. നന്ദി കർത്താവ്. അപ്പാ, നിന്റെ മക്കളെ നീ തുടയ്ക്കണമേ. നിന്റെ മക്കളെ നിന്നെ സ്നേഹിക്കുന്ന എന്റെ മക്കളോട് കരുണ കാണിക്കണം. അത് ഭണ്ഡാരം നിറയ്ക്കണമേ, തകർച്ചകളെ നന്മയാക്കി മാറ്റണം. നന്ദി കർത്താവേ. താങ്ക് യു. എന്റെ കൂടെയുള്ള ദൈവത്തെ ആരാധിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു.
താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ, നന്ദി ദൈവമേ, സ്തുതിക്കുന്നു. Praise the Lord. Praise the Lord. Hallelujah. Hallelujah.